ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും, അത് ഉറപ്പാണ്. പുതിയ ആശയങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് മാറ്റം. പിതാവ് തുടങ്ങി വെച്ച വികസന പദ്ധതികൾ അത് പൂർത്തിയായിട്ടുണ്ട്. എന്നെങ്കിൽ അതിൻ്റെ ബാക്കി പത്രം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെടുന്ന KPCC നിർവാഹക സമിതി അംഗം മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ജോർജ് മാമൻ കൊണ്ടൂരിൻ്റെ മകൾ നീതു മാമൻ കൊണ്ടൂരാണ് കോയിപ്പുറം ഡിവിഷനിൽ നിന്നും നമ്മളോടൊപ്പം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം എത്തിച്ചേർന്നത്? സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചേർന്നത് പാർട്ടിയാണ് നിശ്ചയിച്ചത്. കോളേജ് കാലഘട്ടത്തിൽ മൊത്തം KSU പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ. അവിടെ വളരെ SFIയുടെ ഒരു കോട്ടയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വളരെ കാലുവെച്ച് യുദ്ധം ചെയ്താണ് KSU മുന്നിലേക്ക് വന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. പാർട്ടി എന്നെ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ഏറ്റവും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പിതാവിനെ എല്ലാവർക്കും അറിയാം. അതുകൂടാതെ തന്നെ എന്നെ പേഴ്സണലി അറിയാവുന്നവരാണ് ഓരോരുത്തരും. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരിചിതമാണ്. അതുകൊണ്ടൊരു മുഖവര കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നില്ല. അത് തന്നെ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ചു പോയ ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കളിങ്ങനെ പറയാറുണ്ട് അപ്പായൊന്നും കാണാൻ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ജില്ലാ പഞ്ചായത്തും ഈ കോൺഗ്രസിലൊക്കെ ഇരുന്നപ്പം കൊണ്ടുവരുവാൻ എങ്ങനെയാണ് പിതാവുമായിട്ടുള്ള ബന്ധം രാഷ്ട്രീയത്തിലേക്ക് എത്താനൊക്കെ ഉള്ളത്? എനിക്ക് പറഞ്ഞ വാസ്തവ. ഇന്ന് കണ്ടത് ഇപ്പോൾ ഇവിടെ വെച്ചാണ്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ചില ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങളിൽ പോലും ഞാനിപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കൊച്ചിലൊക്കെ. എൻ്റെ ജന്മദിനത്തിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ അതെപ്പോഴും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു അനുഗ്രഹമാണ്. കാര്യം നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നിന്നാൽ അറിയാവുന്ന ഒരുപാട് പേരുടെ നടുവിലാണ്. ഒരിക്കൽ പോലും ഒറ്റപ്പെടേണ്ടുന്ന ഒരു അവസ്ഥ വരില്ല. അതൊക്കെ പിതാവിൽ നിന്ന് ലഭിച്ച ഒരു വലിയ കാര്യമാണ്. പിതാവ് അറിയപ്പെടുന്നതുകൊണ്ടാണ് എല്ലാവരും എന്നെ അംഗീകരിക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. ഈ 1ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പരീക്ഷ എഴുതുന്ന ഒരു ടെൻഷനിലാണ്. പ്രത്യേകിച്ച് മകളാണ് സ്ഥാനാർത്ഥി. എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിലും ഒരു ടെൻഷനും ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ കോളേജ് യൂണിയനാണെങ്കിലും സ്കൂളിലാണെങ്കിലും മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഈ സംസ്ഥാന സഹകരണ മേഖലകളിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ മത്സരിച്ച ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും മത്സരിക്കുമ്പോഴൊക്കെ ടെൻഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനുമില്ല. കാരണം നമുക്ക് അനുകൂലമായ ഒട്ടേറെ കാര്യങ്ങൾ വന്ന് കയറിയിരിക്കുകയാണ്. ഇതുപോലെ ഈ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ജനങ്ങളെ ഇതുപോലെ ഉപദ്രവിച്ച ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വർഷം എത്രയോ പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, എത്രയോ മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, എത്രയോ കക്ഷികളുടെ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഈ പാർട്ടികളിൽ തന്നെ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ ജനം ഇതുപോലെ അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ജനങ്ങൾ അത്രമാത്രം പ്രയാസത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് UDFിൻ്റെ കാലഘട്ടത്തിൽ അങ്ങ് DCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒട്ടേറെ വികസന പ്രവർത്തനം ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണോ മകള് ജയിച്ചു വരുന്നത്? തീർച്ചയായിട്ടും തുടർച്ച മാത്രമല്ല പുതിയതായ ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് പുതിയതായ രൂപവും ഭാവവും ഒക്കെ നൽകി പുതിയ തലമുറയെ കൂടെ നിർത്താനുള്ള ഒരു കരുത്ത് യുവതലമുറയ്ക്കുണ്ടാവും. ആ യുവതലമുറയുടെ കരുത്തോടുകൂടി ഈ നാട്ടിലെ വികസന പദ്ധതികൾ പൂർണ്ണമായും അഴിമതിയില്ലാതെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അഴിമതിയില്ലാതെ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇവിടെ നാട്ടിലുണ്ടാവും. ഈ കോഴിക്കോട് ഡിവിഷനിൽ എന്തൊക്കെ വികസന പദ്ധതികളാണ് നിങ്ങൾ വരേണ്ടത് ഒരു ജനപ്രതിനിധിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്? ജനങ്ങൾ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. ബെരുവേരി പഞ്ചായത്തിലായാലും ശരി, എല്ലായിടത്തുമായാലും സംസ്ഥാനം മുൻപേ പോകുന്ന ഗോപുരൻ്റെ പിമ്പേ വയ്ക്കുന്ന മൃഗക്കളിലാന്ന് പറഞ്ഞ പോലെ അതേ രീതി തന്നെയാണ്. അഴിമതി ഇവിടെ നടമാറുകയാണ്. 600 രൂപ പെൻഷൻ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ 6000 രൂപയാണ് മറ്റു പല രീതിയിലേക്കും തിരിച്ചു പിടിക്കുന്നത്. ഇരയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടി ഒരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്വജനപക്ഷപാതവും അഴിമതിയും കാണുകയാണ്. അത് മാത്രമല്ല ഇവിടെ അശാസ്ത്രീയമായ വികലമായ ആസൂത്രണമാണ് നടപ്പിലാക്കുക. പദ്ധതി ആസൂത്രണത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. കുണ്ടും കുഴിയുമായ റോഡുകൾ, ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു. അതേപോലെ തന്നെ വൈദ്യുതി എത്താത്ത പ്രദേശങ്ങൾ, അർഹർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ്. പാവപ്പെട്ടവനോടൊരു പരിഗണനയുമില്ല. അതേപോലെ അഴിമതി നടമാറുകയാണ്.
പഞ്ചായത്തിൻ്റെ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഇവിടെ ഒരു ഇത് വാങ്ങിച്ചു, മാലിന്യ സംസ്കരണ പ്ലാന്റ് പണിയുന്നതിനുമായി. ആ വസ്തു അവിടെ വെറുതെ കിടക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റേഡിയം, ഈ നല്ല യുവജനങ്ങളുടെ എല്ലാം പ്രതീക്ഷയായിരുന്ന പഞ്ചായത്ത് സ്റ്റേഡിയം പട്ടിയും പന്നിയും കുറുക്കനും കുറുനരിയുമുള്ള ഒരു പ്രദേശമായി കാട് പിടിച്ച് കിടക്കുകയാണ്. അതേപോലെ മരിക്കുന്ന പാവപ്പെട്ട 2 സെൻറ്റ് വസ്തു മാത്രമുള്ള പാവങ്ങളുടെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഭൗതിക ശരീരം ഒന്ന് ഇത് ചെയ്യുന്നതിനായിട്ട് അതിനുള്ള പഞ്ചായത്തിൻ്റെതായ സെമിത്തേരി പോലും അതുപോലും കാടും വീടും പിടിച്ച് കിടക്കുകയാണ്. അത് ഭയങ്കര വിശാലമായി തന്നെ മാറിയിരിക്കുകയാണ്. മരിച്ച ആത്മാക്കൾ പോലും വിലപിക്കുന്ന അവസ്ഥയാണ് ഇരുവരും പഞ്ചായത്ത്. അപ്പം കൂടെ ഇരുന്ന നാട്ടുകാരുടെയൊക്കെ ഇങ്ങനെ പരിതാപനങ്ങളാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നെങ്കിലും ഉണ്ടോ? ആശയങ്ങളൊക്കെ ഉണ്ടോ ഉള്ളിലെ? പുതിയ ആശയങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഞാൻ കുറച്ചു മുന്നേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൗവനക്കാർ ഇവിടെ നിൽക്കേണ്ടുന്ന ആവശ്യതയുണ്ട്. അതുപോലെ ഈ നാടിനൊരു മാറ്റം ആവശ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അഴിമതികളുടെ കഥയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. അതിനൊരു മാറ്റം ഉറപ്പായും വരും. ഇത് നമ്മുടെ ഇവിടുത്തെ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്തൊക്കെ വികസന പദ്ധതികളാണ് ഇവിടെ? ആശുപത്രി മറ്റൊക്കെ ഉള്ളത്. ഇവിടെ ഈ ഇരുവരും പഞ്ചായത്തില് ഒരു 3/4 നൂറ്റാണ്ടിന് മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു പഴയകാവിൽ. അവിടുത്തെ ആളുകളുടെ ആശാകേന്ദ്രമായിരുന്നു, ആശ്രയമതായിരുന്നു. മറ്റ് ഗവൺമെൻറ് തിരുവല്ലായിലോ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാമ്പത്തികം ഇല്ലാത്ത നല്ല രീതിയിൽ ചികിത്സാ സൗകര്യമുള്ള ഒരു ആശുപത്രി ആയിരുന്നു പഴയകാവ് ആശുപത്രി. പക്ഷേ അത് കഴിഞ്ഞ കുറേ നാൾ മുൻപായിട്ട് അത് പുതുക്കി പണിയുമെന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചിട്ടേക്കുന്നു. അവിടുത്തെ മണ്ണും എല്ലാം മാറ്റിപ്പോയി കിടക്കുന്നു. 2020 ഡിസംബറിന് മുമ്പ് അത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. അതിന് തറക്കല്ലിട്ടല്ലാതെ ഒരു പ്രവർത്തനം വന്നിട്ടില്ല. ഇപ്പോഴും ആളുകൾ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും തിരുവല്ലയിലോ കോഴഞ്ചേരിയിലോ ഉള്ള ഗവൺമെൻറ് ആശുപത്രി പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ആശുപത്രി ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും പ്രയാസമാണ്. എന്നാൽ ആംബുലൻസ് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്. ഈ കഴിഞ്ഞ സമയത്ത് ആന്റണി MP ഒരു ആംബുലൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇടാൻ പോലും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പം അങ്ങനെ വികസനത്തിൽ വളരെ പിമ്പിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നു. ഈ മകളോടൊപ്പം തന്നെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് മറ്റ് KPCCയുടെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കും സമയം കണ്ടു? തീർച്ചയായിട്ടും ഞാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മകളുടെ കൂടെ ഉള്ളത്. കാരണം മുഴുവനും നിങ്ങൾ കണ്ടില്ലേ, പാർട്ടിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഈ നാടിനൊരു മാറ്റം വരണം. മാറ്റം വന്നില്ല എങ്കിൽ ഇനിയും ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് ഒരു ജീവൽ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുമെന്നതിന് ഒത്തിരി തെളിവുകളാണ് ഈ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ, അപ്പയുടെ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? അതെ, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെയാണ് എല്ലാവരുടെ റെസ്പോൺസ്. എന്നെ സംബന്ധിച്ച് പുറമറ്റം പഞ്ചായത്ത്, ഇരുപേരൂർ പഞ്ചായത്ത്, കുറ്റൂര്, കോയിപ്പുറത്തെ 6 വാർഡ് ഇത്രയുണ്ട്. 55 വാർഡുകളുണ്ട്. എല്ലായിടത്തും ഓടിയെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാ ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് മാറ്റം. ചിലരെ വെളിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു, ചിലർ പ്രവർത്തിക്കുന്നില്ല എങ്കിലും അവർ വോട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ടൊരു മാറ്റം എന്തായാലും വരും. ആ ആത്മവിശ്വാസത്തിൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ. അവസാനമായിട്ട് ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രമേ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വനിതകൾക്കാണ്. 4 നഗരസഭകൾക്കും അധ്യക്ഷ സ്ഥാനം വനിതകൾക്കാണ്. അപ്പം എങ്ങനെയാണ് ആ വനിതകളിലേക്ക് പ്രാധാന്യം നൽകുന്നതും മറ്റേ ഒരുപക്ഷെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ച പോലും എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്? അതെല്ലാം പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. എന്നെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചതും പാർട്ടി തന്നെയാണ്. ആദ്യം ഏൽപ്പിച്ച ഈ ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നീതു മാമൻ കൊണ്ടൂര് തൻ്റെ പിതാവ് തുടങ്ങി വെച്ച വികസന പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആത്മവിശ്വാസത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോയിപ്പുറം ഡിവിഷനിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.